നമ്മളിന്ന് സഭ 40 സഹദേന്മാരുടെ ഓർമ്മയെ കൊണ്ടാടുന്ന ദിവസമാണ്. ഇത് മാർച്ച് മാസം 9-ാം തീയതി ആണ് 40 സഹദേന്മാരുടെ ഓർമ്മ. എന്നാൽ നോയമ്പിൽ വിശുദ്ധ കുർബാന ഇല്ലാത്തത് കൊണ്ട് മാർച്ച് 9 ശനിയോ ഞായറോ വരികയാണെങ്കിൽ അന്ന് ആ പെരുന്നാൾ കൊണ്ടാടും. ഇല്ലെങ്കിൽ മാർച്ച് 9-ന് ശേഷം വരുന്ന ശനി, അതാണ് ഇന്ന്. മാർച്ച് 9-ന് ശേഷം വരുന്ന ശനി ആയതുകൊണ്ട് ഇന്ന് 40 സഹദേന്മാരുടെ ഓർമ്മയാണ്. 40 സഹദേന്മാർ എന്ന് പറഞ്ഞാൽ നിക്കിയ സുന്നോദോസിന് മുമ്പ് രക്തസാക്ഷികളായ 40 പേരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എല്ലാ സഭാവിഭാഗങ്ങളും ഈ 40 രക്തസാക്ഷികളെ അംഗീകരിക്കുന്നുണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചും റോമൻ കാത്തലിക് ചർച്ചും ഈ 40 സഹോദരന്മാരെ അംഗീകരിക്കുന്നുണ്ട്, അവരുടെ ഓർമ്മയെ കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന 40 രക്തസാക്ഷികളാണ്. 40 പേർ ഒരു ദിവസം കൊല്ലപ്പെട്ടതാണ്. ഹോളി 40 എന്നറിയപ്പെടുന്ന 40 സഹോദരന്മാർ. AD 320 ലുസിയാനസിന്റെ മതപീഡന കാലത്താണ് ഇവർ രക്തസാക്ഷിത്വം വരിച്ചത്. ഇവരുടെ രക്തസാക്ഷിത്വത്തിനൊരു പ്രത്യേകതയുണ്ട്. റോമൻ പട്ടാളത്തിലെ 40 ഭടന്മാരായിരുന്നു ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവർ. ഈ ക്രിസ്ത്യൻ കൺവിക്ഷൻ ഇന്ന് നമ്മൾ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ പ്രചരിപ്പിക്കുന്ന പോലെ അതിന് വേണ്ടത്ര തെളിവുകളില്ലായിരുന്നു, അതിന് ഇമ്പാക്റ്റ് ഇല്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം നൽകിയ കൺവിക്ഷൻ ഇറ്റ് വാസ് സോ സ്ട്രോങ്. കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അവരെ ദൈവരാജ്യം സംബന്ധിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. അവരെല്ലാവരും കണ്ടതാണ്. കാരണം രഹസ്യത്തിലല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ട, പരസ്യമായിട്ടാണ്. അപ്പം കണ്ടാൽ ആളെന്ന് പോലും തിരിച്ചറിയാനാകാത്ത വിധം അത്രമാത്രം അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കുരിശിക്കപ്പെട്ട ആ വ്യക്തി ഒരിക്കലും ജീവനിലേക്ക് തിരിച്ചു വരുവാൻ ഉള്ള ഒരു സാധ്യതയുമില്ല. ഇന്ന് പല കോൺസ്പിറസി തിയറിക്കാർ പറയുന്നത് പോലെ പറയാറുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ മരണത്തെ സ്വാഭാവികമായ രീതിയിൽ അതിജീവിക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു. കാരണം ക്രിസ്തുവിന് ഏറ്റിരിക്കുന്ന പീഡനങ്ങൾ എല്ലാം തന്നെ മരണകാരമായ പീഡനങ്ങളാണ്. അപ്പം അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമേറ്റാൽ തന്നെ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കുക അസാധ്യമാണ്. അപ്പം അത്രമാത്രം പീഡനമേറ്റ ആ ക്രിസ്തു പരസ്യമായി തൂക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും അത്ര ഉറപ്പായിരുന്നു ക്രിസ്തു കുരിശിക്കപ്പെട്ടു എന്നുള്ള അത്രമാത്രം ഉറപ്പാണ്, മരിച്ചു എന്നുള്ള അത്ര ഉറപ്പാണ്. അപ്പൊ ആ കുരിശു മരണത്തിൽ നിന്നാണ് താൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നത്. അവൻ പന്തിരിവർക്ക് പ്രത്യക്ഷനായി, കേഫാവിന് പ്രത്യക്ഷനായി, യാക്കോബിന് പ്രത്യക്ഷനായി, പിന്നീട് 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അപ്പൊ അവിടെയും ഇവിടെയും 1-2 പേർക്കുണ്ടായ ചില മിഥ്യകളോ ഒരു തോന്നലുകളോ അങ്ങനെയൊന്നും അല്ല. നല്ല കാര്യത്തിൽ മറിയയ്ക്ക് പ്രത്യക്ഷനായി, അവിടെ ഒരാൾക്ക്, അപ്പം പലരും അവിടെ കണ്ടു ഇവിടെ കണ്ടു, അങ്ങനെയല്ല. 500-ലധികം പേർ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുമ്പോൾ അവരുടെ നടുവിൽ യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, അവരോട് സംസാരിച്ചു. സംസാരിക്കുക മാത്രമല്ല, അവർക്ക് തൊടുവാനുള്ള അവസരമുണ്ടായിരുന്നു. അപ്പൊ അതൊരു നിഴൽ രൂപമല്ലായിരുന്നു, മായക്കാഴ്ച അല്ലായിരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ഉയർപ്പ് അത്രമാത്രം സ്ട്രോങ് കൺവിക്ഷനാണ് ഏർലി ചർച്ചിന് കൊടുത്തത്. തീ കായുന്ന സ്ഥലത്ത് ഒരു വേലക്കാരി പെണ്ണിന്റെ വാക്ക് കേട്ട് പരിഭ്രമിച്ചു പോയ ശീമോനെ അല്ല പിന്നെ നമ്മൾ കാണുന്നത്. പുരോഹിതന്മാരുടെയും അധികാരികളുടെയും ഒക്കെ മുമ്പിൽ ഒട്ടും കൂസാതെ ധൈര്യപൂർവ്വം നിൽക്കുന്ന പത്രോസിനെയാണ് നമ്മൾ കാണുന്നത്. കാരണം ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അവരെ ഒട്ടൊന്നുമല്ല ധൈര്യപ്പെടുത്തിയത്. കാരണം മരണത്തെ ജയിച്ച് ക്രിസ്തു ഉയർത്തിരിക്കുന്നു. അതുകൊണ്ട് മരണം എന്നതൊരു പ്രശ്നമേ അല്ല, പീഡനം അവർക്കൊരു പ്രശ്നമേ അല്ല. മരിച്ചാലും മരണത്തെ ജയിച്ച ക്രിസ്തു കൂടെ ഉണ്ട്. അപ്പൊ ആ ഒരു ധൈര്യം, അത് നൽകിയ ഊർജം അപാരമായിരുന്നു. അപ്പോൾ അപാരമായ ഒരു ഊർജ പ്രവാഹം അപ്പോസ്തലന്മാരിലൂടെ ആദിമ സഭയിലേക്ക് പ്രവഹിച്ചു. അതുകൊണ്ട് കൊല്ലപ്പെടുന്നത് അവർക്കൊരു ഹരമായിരുന്നു.
വർണ്ണമാല്യം കഴുത്തിൽ സ്വീകരിക്കുന്ന പോലെ കൊലക്കയർ അവർ കഴുത്തിൽ ഏറ്റുവാങ്ങി. മണിയറയിലേക്ക് എന്ന പോലെ ജയിലറകളിലേക്ക് അവർ ഓടിക്കയറി. അവർക്ക് അത് പ്രശ്നമല്ലായിരുന്നു. അപ്പം ആ ഏർലി ചർച്ചിന്റെ ആ കൺവിക്ഷൻ അതാണ് ആ റീജിയനെ മുഴുവൻ പിടിച്ചു കുലുക്കിയത്. റോമൻ പട്ടാളത്തിൽ കൈസറുടെ അരമനയിൽ വരെ സുവിശേഷത്തിന്റെ ശക്തിയത്. കൈസറുടെ അരമനയിൽ വരെ അത് ക്രിസ്തുവിന്റെ ഒരു ചിത്രവുമായി ചേർന്ന് അവിടെ ഒരു രോഗസൗഖ്യം നടന്ന ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. കൈസറുടെ അരമനയിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഉള്ളതിനെ കുറിച്ച്. കൈസറുടെ അരമനയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായി തെളിവുണ്ട്. പൗലുസ് ശ്ലീഹായുടെ ലേഖനത്തിൽ പൗലുസ് എഴുതുന്നുണ്ട്, സീസറിന്റെ അരമനയിലുള്ളവരെയും വന്ദനം ചെയ്യുകയും. സീസറിന്റെ അരമനയിൽ വരെയും വിശ്വാസികൾ ഉണ്ടായിരുന്നു. റോമൻ പട്ടാളത്തിൽ ധാരാളം ഭടന്മാർ ക്രിസ്തു വിശ്വാസികളായിരുന്നു. അതിലൊരു ഭടനാണ് പ്രസിദ്ധനായ ഗീവറി സഹദ. ഒരു പട്ടാളക്കാരനായിരുന്നു. അതുപോലെ ഈ 40 സഹദേന്മാരും പട്ടാളക്കാരായിരുന്നു. അപ്പൊ റോമൻ പട്ടാളത്തിലെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്രിസ്തീയ വിശ്വാസമുള്ളവരെ തെരഞ്ഞു പിടിച്ചു. അവരെ തിരിച്ച് റോമൻ പാഗൻ മതത്തിലേക്ക് അല്ലെങ്കിൽ സൈന്യ സേവനത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുവാൻ, ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കുവാൻ അവർ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിന് സഹപട്ടാളക്കാർക്ക് ചുമതലയുണ്ടായിരുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ക്രിസ്തീയ വിശ്വാസമുണ്ടെങ്കിൽ അവരെ വിരുന്നുകളിൽ കൊണ്ടുപോവുകയും ക്രിസ്തീയ വിശ്വാസത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് പട്ടാളക്കാരുടെ ചുമതലയായിരുന്നു. അങ്ങനെ അതിൽ ഒന്നിലും വഴങ്ങാത്ത 40 പേർ, ക്രിസ്തു വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച 40 പേരെ ഒരു രാത്രിയിൽ അതിശൈത്യകാലത്ത് തണുത്തുറഞ്ഞ ഒരു ജലാശയത്തിൽ ഇറക്കി നിർത്തി. നിങ്ങൾ ഈ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ സന്ദർശിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കാശ്മീരിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, തണുപ്പ് അസഹ്യമാണ്. മഞ്ഞുകാലത്ത് ഐസ് വെള്ളത്തിലാണ് ഇറക്കി നിർത്തിയിരിക്കുന്നത്. നഗ്നരായി ഐസ് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഇപ്പൊ കരയിൽ ചൂടുവെള്ളവും തീ കായാനുള്ള സംവിധാനവും വീഞ്ഞും ഇറച്ചിയും ഒക്കെ വെച്ചിരിക്കുകയാണ്. പ്രലോഭനമാണ്. ക്രിസ്തുവിനെ തള്ളി പറഞ്ഞ് കയറി വന്നാൽ ശരീരം ചൂട് പിടിപ്പിക്കാം, തീ കായാം, ഭക്ഷണം കഴിക്കാം, വീഞ്ഞ് നുകരാം, എല്ലാ ഓഫറുകളുമുണ്ട്. അപ്പൊ ആ ഓഫറിന്റെ മുമ്പിൽ ക്രിസ്തുവിന് വേണ്ടി ഈ ഹൈപ്പോതെർമിയായിൽ മരിക്കുകയാണ്. അതിശൈത്യം നിമിത്തം ശരീരം മരവിച്ച് മരിക്കുകയാണ് 40 പേർ. അപ്പോൾ ഈ തീക്കുണ്ടത്തിനരികെ ഇരുന്ന ക്രിസ്തുവിശ്വാസി അല്ലാത്തൊരു പട്ടാളക്കാരൻ, ഇവരുടെ മരണം കണ്ടു രസിച്ചുകൊണ്ട് കുറെ പട്ടാളക്കാരിപ്പുണ്ട്. അതിലൊരു പട്ടാളക്കാരൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ വലിയ ഒരു കാഴ്ച താൻ കണ്ടു. 40 തിളങ്ങുന്ന കിരീടങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഇദ്ദേഹം കണ്ടത്. അത് മെല്ലെ ഈ 40 സഹദേന്മാരെ ലക്ഷ്യമാക്കിയാണ് ഇറങ്ങി വരുന്നത്. താൻ അതേ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഈ ജലാശയത്തിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ മനസ്സു മാറി, എനിക്ക് ക്രിസ്തു വിശ്വാസം വേണ്ട, തണുത്തു മരിക്കുവാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ആ വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് കയറിപ്പോയി. ഇദ്ദേഹം തിരിച്ചു കയറുമ്പോൾ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരുന്ന കിരീടങ്ങളിൽ ഒരെണ്ണം മാത്രം തിരിച്ചു മുകളിലോട്ട് കയറിപ്പോകാൻ തുടങ്ങുന്നതായിട്ട് ഈ പട്ടാളക്കാരെ കണ്ടു. അപ്പൊ അതുവരെ ക്രിസ്തീയ വിശ്വാസി അല്ലാതിരുന്ന ആ ഭടൻ എനിക്ക് ക്രിസ്തുവിനെ വേണം എന്ന് പറഞ്ഞ് ഓടി ആ വെള്ളത്തിൽ ഇറങ്ങി ചെല്ലുകയും 40 എന്നുള്ള എണ്ണം തികയ്ക്കുകയും ചെയ്തു. കയറിപ്പോന്ന പട്ടാളക്കാരന് പകരം ആ ഭടൻ ക്രിസ്തു വിശ്വാസിയായി തണുത്ത് മരിച്ച് മരവിച്ച് പോയി. ആ 40 പേരുടെയും ശവശരീരം അവർ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. എല്ലാ സഭകളും, റോമൻ കാത്തലിക്കും ഈസ്റ്റേൺ ഓർത്തഡോക്സും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും എല്ലാം ഒരുപോലെ വിശുദ്ധരായി ഗണിക്കുന്ന സഹദേന്മാരായി, രക്തസാക്ഷികളായി, വിജയൻ വരിച്ച നീതിമാന്മാരായും മകുടം ചൂടിയ രക്തസാക്ഷികളായും സഭ അംഗീകരിച്ച് ആദരിക്കുന്ന 40 സഹദേന്മാരുടെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ നമ്മുടെ സഭ കൊണ്ടാടുന്നത്. 40 സഹദേന്മാരുടെ ഓർമ്മ. 40 സഹദേന്മാരെ നമുക്ക് ഓർക്കാം. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കട്ടെ. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ. അവരുടെ ചരിത്രം നമ്മെ ഉത്തേജിപ്പിക്കട്ടെ. അവരുടെ ചരിത്രം നമ്മെ പ്രോത്സാഹിപ്പിക്കട്ടെ. സവിധേ ഉൾപ്രാ
കാന്തിയേഴും സുധവാസാകാരി ഇന്നാൾ സ്മൃതരാമിയ ജാര്യന്മാരെ ആമോദാൽ പാർപ്പിക്കുക പാവനനാഥ കടപരിഹാരം നാഥ നീ ഏക കുറവുകൾ പോക്കുക മശിഹ സൂനോ നാഥ വിമല മാവാ ദേവാ പാപം പോക്കി മുഖകാന്തിയതേക നമ്മൾ ഇന്ന് ഈ ക്രിസ്തീയ വിശ്വാസം പരിഹസിക്കപ്പെടുമ്പോൾ, ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഏർലി ചർച്ചിലേക്ക് നോക്കണം. ആദ്യത്തെ 500 വർഷങ്ങളിൽ ആരും തന്നെ ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ലെന്നോ മിഥ്യയായിരുന്നെന്നോ കെട്ടുകഥയായിരുന്നെന്നൊന്നും ആരും പറഞ്ഞില്ല. ഉപദേശങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായെങ്കിലും, കാരണം കൺവിക്ഷൻ അത്ര സ്ട്രോങ് ആയിരുന്നു. കൊല്ലപ്പെട്ടവർ ലക്ഷക്കണക്കിനാണ്. ഇന്ന് ചരിത്രത്തെ തമസ്കരിക്കുന്നവർ അപനിർമ്മിതി, ചരിത്രത്തിന്റെ അപനിർമ്മിതി എന്ന് പറയും. ചരിത്രം എല്ലാ കാലത്തും തിരുത്തപ്പെടുന്നുണ്ട്. ഇന്ത്യ ചരിത്രം തിരുത്തപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ കോലാഹലമുണ്ട്. ഇപ്പം റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രം തിരുത്തലാണ് ഹിറ്റ്ലറുടെ കാലത്തെ ഹോളോകോസ്റ്റ്. ഒരു കെട്ടുകഥയായിരുന്നു. 65 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു എന്ന ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിൽ. അത്രയ്ക്കൊന്നുമില്ല, 5000-നും 10,000-നും ഇടയിൽ യഹൂദന്മാർ മാത്രമേ കൊല്ലപ്പെട്ടുള്ളൂ എന്ന് പറയുന്ന ധാരാളം പെയ്ഡ് ചരിത്രകാരന്മാർ ഇന്നുണ്ട്. അവരുടെ റൈറ്റിംഗ്സ് ആണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ കൂടുതലായിട്ട് അവൈലബിൾ ആകുന്നത്. ഒറിജിനൽ ഹോളോകോസ്റ്റ് ചരിത്രമുള്ള സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യിക്കുക, ഭീഷണിപ്പെടുത്തുക, പ്രലോഭിപ്പിക്കുക, വിലയ്ക്ക് വാങ്ങുക, അങ്ങനെ ഇന്റർനെറ്റ് പ്രസൻസ് ഓതന്റിക് ഹിസ്റ്ററിയുടേത് കുറയ്ക്കുക. പിന്നീട് ഗൂഗിൾ ആൽഗരിതത്തിൽ അവരെ പുറകെ കൊണ്ടുപോകുക. സെർച്ച് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 100-200 റിസൾട്ട് ഒന്നും അത് വരത്തില്ല. അങ്ങ് പുറകെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ. അപ്പൊ ആ രീതിയിലാണ് ചരിത്രത്തിന്റെ അപനിർമ്മിതി നടത്തുന്നത്. അതുപോലെ ചരിത്രത്തിന്റെ അപനിർമ്മിതിയിൽ പോയതാണ് പല കാര്യങ്ങളും. അർമീനിയൻ ഹോളോകോസ്റ്റ്, സിറിയൻ ഹോളോകോസ്റ്റ്, സൈഫോ. അപ്പം കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ. ഇപ്പൊ പാരീസിൽ ക്രിസ്ത്യാനികളുടെ ശവകുടീരത്തിന്റെ ദൈർഘ്യം തന്നെ 200 കിലോമീറ്റർ നീളത്തിലാണ്. 200 കിലോമീറ്റർ. അപ്പൊ ചരിത്രത്തിൽ ശവക്കുഴികൾ സംസാരിക്കുകയാണ്. പക്ഷെ അതെല്ലാം ഇവർ തമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീറോയുടെയും ഡൊമീഷ്യന്റെയും കാലത്ത് മാത്രം കൊല്ലപ്പെട്ടത് 50 ലക്ഷം ക്രിസ്ത്യാനികളാണ്. പക്ഷെ ഇപ്പോ ആധുനിക ചരിത്രം പറയുന്നത് അതൊക്കെ ചുമ്മാ അതിശയോക്തിയാണ്. ഒരു കാലത്തും അത്രയൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല. 1000-ഓളം ആളുകൾ, അല്ലെ 1000-ലോ അധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1000-നും 2000-നും ഇടയ്ക്ക് ഈ അടുത്ത കാലത്ത് ഒരു പ്രമുഖ ചരിത്ര പണ്ഡിതൻ പറഞ്ഞു 1000-നും 2000-നും ഇടയിൽ കൊല്ലപ്പെട്ട, അത് കൂടുതലും ക്രിമിനൽസ് ആയിരുന്നു. മറ്റു പല രാജ്യദ്രോഹ കുറ്റത്തിലും ഒക്കെ കൊല്ലപ്പെട്ട, വിശ്വാസ നിമിത്തം കൊല്ലപ്പെട്ടവരേ ഇല്ലെന്നുള്ളതാണ്. അതായത് ക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ചരിത്രത്തിന്റെ അപനിർമ്മിതിക്ക് ഇവർ ശ്രമിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റി, അത് യഥാർത്ഥത്തിൽ അപ്പോസ്തോലിക സഭകൾ, ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമാണ് അതിനെ നൽകുവാൻ, പ്രൊവൈഡ് ചെയ്യുവാൻ കഴിയും. അപ്പോൾ ഓർത്തഡോക്സ് സഭയാണ്, അല്ലെങ്കിൽ സുറിയാനി സഭ നിലനിൽക്കുന്നതാണ് ഈ ക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റിയുടെ തെളിവായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സഭയ്ക്കെതിരെ സാത്താന്യ അക്രമങ്ങൾ, അല്ലെങ്കിൽ തന്നെ ആ സഭയ്ക്കെതിരെയാണ് പാതാള ഗോപുരങ്ങൾ പ്രബലപ്പെടാൻ പരിശ്രമിക്കുന്നത്. പാതാള ഗോപുരങ്ങൾ പ്രബലപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ചാരിത്രികത ഇല്ലാതെയാക്കുക. അതിനാണ് അവർ പരിശ്രമിക്കുന്നത്, ക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റിയെ ഇല്ലാതെയാക്കുവാൻ. അപ്പോൾ ഇത് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക,
എന്തിനാണ് പെരുന്നാളുകൾ ആഘോഷിക്കുന്നത് എന്ന് പലപ്പോഴും ചോദിക്കും. എന്തിനാണ് വിശുദ്ധന്മാരെ ഓർക്കുന്നത്? ഇനി നിങ്ങളൊരു കാര്യം ഓർക്ക്, നമ്മൾക്ക് വിശുദ്ധന്മാരെ ഓർക്കുന്ന ഒരു പതിവും ഒരു പാരമ്പര്യവും ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഈ വിശുദ്ധന്മാരൊന്നുമില്ല, ഈ പാരമ്പര്യമില്ല, ഈ പെരുന്നാളുകളില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാലം വരും എന്നുള്ളതിനാണ് അന്നേ പിതാക്കന്മാർ ഈ പെരുന്നാളുകൾ. അപ്പം ഈ 40 സഹോദരന്മാരെ കുറിച്ചുള്ള തെളിവ് നമുക്ക് കിട്ടുന്നത് വലിയ ബസേലിയോസിന്റെ കപ്പദോക്യൻ ഫാദേഴ്സ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച ബസേലിയോസ് പിതാവിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട് ഈ 40 സഹോദരന്മാരെ കുറിച്ച്. അത് AD 381 മറ്റോ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ്. അപ്പം അതായത് ഈ സംഭവം കഴിഞ്ഞ 61 വർഷത്തിന് ശേഷം മാർ അപ്രേമിന്റെ എഴുത്തുണ്ട്, ഗ്രിഗോറിയോസിന്റെ എഴുത്തുണ്ട്. അങ്ങനെ സഭാപിതാക്കന്മാർ പലരും ഈ 40 സഹോദരന്മാരെ കുറിച്ച് പ്രസംഗിക്കുകയും എഴുതുകയും പാട്ടുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ധാരാളം കവിതകൾ അവരെ കുറിച്ചുണ്ട്. അങ്ങനെ നമുക്ക് സഭാ ചരിത്രത്തിന്റെയും ലിറ്റാർജിയുടെയും ഏടുകളിൽ ഈ തെളിവുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മളെ ദൈവവചനം പഠിപ്പിച്ച് നമുക്ക് മാർഗദർശകരായിരുന്ന പിതാക്കന്മാരെ നമ്മൾ അനുസ്മരിക്കണം. അപ്പൊ തിരുവെഴുത്തിലും അതിന് ആഹ്വാനമുണ്ട്. എബ്രായ ലേഖനം 13 അധ്യായത്തിൽ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർക്കുവീൻ എന്ന്. അപ്പം മരിച്ചുപോയവരെ ഓർക്കാൻ തന്നെ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ജീവാവസാനം ഓർക്കാൻ സാധിക്കത്തില്ല. അപ്പം മരിച്ചുപോയ അവരെ ഓർക്കാൻ പറയുന്നത് അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ അനുകരിപ്പീൻ. അപ്പം അത്രയും ഉറപ്പുള്ള വിശ്വാസം, അതാണ് സത്യവിശ്വാസത്തെ നമുക്ക് പാലിച്ച് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന പിതാക്കന്മാരെ നമ്മൾ അനുസ്മരിക്കണം. അപ്പം അതിന് നമുക്ക് ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും കാണുന്നത്. എല്ലാത്തിനെയും ചോദ്യം ചെയ്യണം എന്നുള്ള ആശയം മാർട്ടിൻ ലൂതറിൽ നിന്നാണ് ഉണ്ടായതാണ്. റിബല്യസ് മെന്റാലിറ്റിയാണ്, അത് പ്രൊട്ടസ്റ്റന്റിനിസം ഉണ്ടായത്. അപ്പൊ ആ പ്രൊട്ടസ്റ്റന്റിനിസം ഡെവലപ്പ് ചെയ്തിട്ടാണ് യുക്തിവാദവും നിരീശ്വരവാദവും ഉണ്ടായത്. ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ വന്നാൽ പിന്നെ ചോദ്യം ചെയ്തേക്കാം. 1500 വർഷം സഭ കൊണ്ടുവന്ന വിശ്വാസത്തെ 1 by 1 ആയി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഗോതമ്പപ്പം എങ്ങനെയാണ് കർത്താവിന്റെ ശരീരമായി തീരുന്നത്? മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് എങ്ങനെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? മാതാവ് എങ്ങനെയാണ് ദൈവമാതാവാകുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾ തുടങ്ങി മുന്നോട്ട് വന്ന് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും യേശുക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റിയെയും വരെ ചോദ്യം ചെയ്യുന്ന പരിഹാസികളുണ്ടായി. അപ്പോൾ ഇന്നത്തെ നിരീശ്വരവാദം യൂറോപ്പിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുടെ പ്രൊട്ടസ്റ്റന്റിസത്തിന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്ന്, ക്രെഡിൽ ഓഫ് പ്രൊട്ടസ്റ്റന്റിനിസത്തിന്റെ കളിത്തൊട്ടിലിൽ നിന്നാണ് നിരീശ്വര മതം ഉയർന്നു വന്നത്. ചോദ്യം ചെയ്ത് എല്ലാത്തിനും ചോദ്യം ചെയ്യാണ്. പെന്തക്കോസ്തുകാരും ചോദ്യം ചെയ്യും കത്തോലിക്ക വിശ്വാസത്തെ, ഒരു മയമില്ലാതെ ചോദ്യം ചെയ്യും. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല, ആ പാറ്റേണിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ യേശുക്രിസ്തുവിനെയും ചോദ്യം ചെയ്യും, സഭയെയും ചോദ്യം ചെയ്യും, വിശ്വാസത്തെയും ചോദ്യം ചെയ്യും. അപ്പോൾ അവരുടെ അപ്പനും വല്യപ്പനും ചോദ്യം ചെയ്തപ്പോൾ കൊച്ചുമക്കൾ കാലത്ത് വന്നപ്പം വിശ്വാസത്തെ ചോദ്യം ചെയ്യാം. പെന്തക്കോസ്റ്റിന്റെ ചെറുതലമുറകൾ 70% നിരീശ്വരവാദികളാണ് മലയാളി പെന്തക്കോസ്റ്റിന്റെ. ഞാൻ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. കാരണം ചോദ്യം ചെയ്യത്തില് അഡ്വാൻസ് ആയി പോയതാണ്. പക്ഷേ ക്വസ്റ്റ്യൻ എവരിത്തിങ്, അതാണ് പ്രൊട്ടസ്റ്റന്റിനിസത്തിന്റെ മോട്ടോ. ക്വസ്റ്റ്യൻ എവരിത്തിങ്. ഓർത്തഡോക്സിയുടേത് ബിലീവ് എവരിത്തിങ്, വിശ്വസിക്കുക. മറ്റേത് ക്വസ്റ്റ്യൻ എവരിത്തിങ്, എല്ലാത്തിനും ചോദ്യം ചെയ്യുക. ഇവിടെ ബിലീവ് എവരിത്തിങ്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ബിലീവ് എവരിത്തിങ് ആണോ ക്വസ്റ്റ്യൻ എവരിത്തിങ് ആണോ? 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പൗലൂസിലെ പറയാണ്, സ്നേഹം സകലതും വിശ്വസിക്കുന്നു. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. 40 ഈന്തപ്പനകളെ പഴയ നിയമത്തിൽ കാണിച്ചിരിക്കുകയാണ്. മാറപ്രയം പറയുന്നത് ആ 40 ഈന്തപ്പനകള് ഈ 40 സഹോദരന്മാരാണെന്നാണ്. എത്ര ധന്യമായ ജീവിതം! അലങ്കരിച്ച ദേവദാരു പോലെ സുന്ദരമായ ജീവിതം. ഈ ലോകത്തിലെ സമ്പത്തുകൾ നേടുകയും പ്രശസ്തിയും പ്രതാപവും നേടുകയും ചെയ്തിട്ടും
എല്ലാ പ്രശസ്തിയും, എല്ലാ പ്രൗഢത്വവും, എല്ലാ റെപ്യൂട്ടേഷനും ഒരു ലൈഫ് ടൈം മാത്രം. അത് വേഗം തീരും, ക്ഷണത്തിൽ അവസാനിക്കും. ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്ന അവൻ്റെ രാജ്യത്തിൽ ശോഭിത കിരീടങ്ങളെ അവർ നേടിയെടുത്തു. ആ സഹോദരന്മാരെ നമ്മൾ ഓർക്കുകയാണ്. പിതൃസുത പരിശുദ്ധാത്മാവ് അവരെ കിരീടങ്ങൾ അണിയിക്കുന്നു. പിതൃസുത പരിശുദ്ധാത്മാവ് അവരെ കിരീടങ്ങൾ അണിയിക്കുന്നു. യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്തതായ നല്ലൊരു നിത്യവും സദാ ഇപ്പോഴും ഇടപെടാതെ നിനക്ക് അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. പീഡകരുടെ ദണ്ഡനങ്ങളെ സഹിപ്പാൻ തന്റെ പോരാട്ടക്കാരെ സഹായിച്ച രാജാതിരാജനും കർത്താതികർത്താകർത്തനും 40 നോമ്പിന്റെ വിശുദ്ധ ദിവസങ്ങളിൽ പരിശുദ്ധന്മാരായ 40 സഹോദരന്മാരെയും കിരീടം ധരിപ്പിച്ച് ശ്രേഷ്ഠാക്കിയവനുമായ കർത്താവേ, നിന്റെ സഹോദരന്മാർ സമുദ്രത്തിലെ ഭയങ്കര തണുപ്പും ഉറച്ച ജലവും വകവയ്ക്കാതെ രാപ്പകൽ കഴിച്ചു കൂട്ടിയപ്പോൾ അഗ്നിയിലും വെള്ളത്തിലും കൂടെ ഞങ്ങളെ പ്രവേശിപ്പിച്ച് ആശ്വാസത്തിലേക്ക് കടത്തിയെന്ന് ദാവീദ് പ്രവചിച്ച വചനം നിറവേറ്റി. ലേശം പോലും ദയവില്ലാത്ത ക്രൂരന്മാരായ ന്യായാധിപന്മാരുടെ കോപം അവരിൽ നിഷ്ഫലമായി അവരെ ശ്രേഷ്ഠരാക്കിയ മശിഹാ കർത്താവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട തിരുസഭയ്ക്ക് അവർ ശക്തിയേറിയ കോട്ടകളും ബലമുള്ള കൊത്തങ്ങളുമായി തീർന്നു. അവ സവിശേഷ കാരികളും രമണീയ ദേവദാരുക്കളും എന്ന നിലയിൽ സമുദ്രത്തിൽ നടപ്പെട്ട സഹനശക്തി, മനോവാഞ്ച എന്നിവ മൂലം പാടാത്ത ജീർണിക്കാത്തതുമായ കിരീടങ്ങൾ സമ്പാദിച്ചു. ഞങ്ങളുടെ ദൈവമായ മശിഹ അവരുടെ പ്രാർത്ഥനകൾ മൂലം കടങ്ങളുടെ പരിഹാരവും പാവങ്ങളുടെ മോചനവും ഞങ്ങൾക്ക് തരണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പിതാവായ ദൈവത്തിന്റെ ശക്തിയും ബലവും ജ്ഞാനവും സാക്ഷിയുടെ മാർഗത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ശ്രേഷ്ഠമായ പോരാട്ടം നിശ്ചയിച്ചവനും തന്റെ സ്നേഹത്താൽ അതിഥികളെ മത്തന്മാരാക്കിയും മദ്യം കൊണ്ടുള്ളതിലധികമായി സ്നേഹം കൊണ്ട് അവരെ ലഹരി പിടിപ്പിക്കുകയും തന്റെ ക്രൂശിന്റെ പീഡയാകുന്ന വിരുന്നിൽ തന്നാൽ ക്ഷണിക്കപ്പെട്ടവരെ ഇരുത്തുകയും ചെയ്യുന്ന മണവാളനും തന്റെ തോളിൽ കുരിശ് വഹിക്കുകയും തന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരാത്തവൻ എനിക്ക് യോഗ്യനല്ല, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയാത്തവരെ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞവനുമായ മശിഹാ തമ്പുരാനെ, വിഗ്രഹാരാധനയോടെ അബദ്ധമതം വിശ്വാസികൾക്കെതിരായി വന്നപ്പോൾ വിവരമറിഞ്ഞ് പരിശുദ്ധ സഹോദരന്മാർ കർത്താവായി നിന്നോട് ചേരി നിന്നെ ഉപേക്ഷിക്കാതെ ഉപദ്രവങ്ങൾ സഹിക്കുകയും ചെയ്തു. വശീകരണ വാക്കുകൾക്ക് അവർ വഴിപ്പെട്ടില്ല. രാജാക്കന്മാരുടെ ധനത്താലോ ദാനങ്ങളാലോ അവർ ആകർഷിക്കപ്പെട്ടുമില്ല. അവർ
വിവിധ പീഡകളെ അവഗണിച്ചു. സർവവിധമായ കോപഭാവത്തിലും നഗ്നതയോടെ കഠിനാശക്തിയും സഹിച്ചപ്പോൾ അവർ ധീരന്മാരായി തന്നെ ഇരുന്നു. ഉത്തരധ്രുവത്തിലെ ഉഗ്രമായ കാറ്റടിയും ഘോരമായ തണുപ്പും അവരുടെ ഭക്തി വൈരാഗ്യത്തെ കെടുത്തിയില്ല. ദഹിപ്പിക്കുന്ന അഗ്നിക്ക് പോലും അവരുടെ സ്നേഹത്തിളപ്പിനെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. കർത്തൃസ്നേഹം തീജ്വാലയേക്കാൾ അധികമായി അവരിൽ എരിഞ്ഞു. പരമാർത്ഥികളായ കുഞ്ഞാടുകളുടെ സുസ്ഥിരമായി സമൂഹം സ്വർഗീയ പുരോഹിതന് തിരഞ്ഞെടുക്കപ്പെട്ട യാഗമായി തീർന്നു. മശീഹായുടെ മണവാട്ടിയായ സഭ വാഴ്ത്തപ്പെട്ട ഈ 40 മക്കളെ സ്തുത്യ വളർച്ചയായി വളർത്തി. ഈ പ്രസിദ്ധ പരാക്രമന്മാർ മൽപിടുത്തത്തിന്റെ പോരിൽ ധീരതയോടെ പോരാടി 40 കാഴ്ചകൾ സ്വർഗീയ ചക്രവർത്തിക്ക് നിർമ്മല യാഗമായി സമർപ്പിക്കപ്പെട്ട് ആഗ്രഹിക്കത്തക്കതും വാസനയേറിയതുമായ 40 പുഷ്പങ്ങൾ സൗരഭ്യത്ത സൃഷ്ടികളെ ആനന്ദിപ്പിച്ചു. ഇവർ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലം ഇന്നത്തെ ആധുനിക ടർക്കിയിലാണ് ആ സ്ഥലമുള്ളത്. ഈ 40 സഹോദരന്മാരുടെ ഓർമ്മ ഞാൻ പറഞ്ഞ പോലെ സഭയുടെ ഹിസ്റ്റോറിസിറ്റിയിൽ ക്രിസ്തുവിന്റെ ചാരിത്രികതയെ സൂചിപ്പിക്കുന്ന ഈ ചരിത്രങ്ങളിലൂടെയാണ് സഭ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം ഓർക്കുന്നത് അതിന്റെ ആധികാരികതയും ചാരിത്രികതയുമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിനെയൊക്കെ തമസ്കരിക്കാനുള്ള സംഘടിതവും ആസൂത്രിതവുമായ നീക്കങ്ങൾ, പരിശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സഭ അതിന്റെ പ്രാർത്ഥനകളിലും നോമ്പുകളിലും ഉപവാസങ്ങളിലും പെരുന്നാളുകളിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ മാത്രമേ ഇതിനെ ജയിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ 2 കാര്യങ്ങളാണ് സഭ പോരാടുന്നത്. ഒന്ന്, ആ ചാരിത്രികതയെ നിലനിർത്തുക, ഹിസ്റ്റോറിസിറ്റി. അതായത് ഹിസ്റ്റോറിക്കലി ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ്. ആ ഹിസ്റ്റോറിസിറ്റിയെ ഉറപ്പിച്ചു നിർത്തുക. 2, ഉപദേശത്തെ ഉറപ്പിച്ചു നിർത്തുക. അപ്പം ഇത് രണ്ടും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് ലോകം പോയത്. അവരുടെ ഉപദേശവും പറന്നുപോയി, ചരിത്രവും പറന്നുപോയി, ഹിസ്റ്ററിയുമില്ല. ഇന്ന് അപ്പോസ്തോലിക സഭകൾ ഇല്ല എങ്കിൽ ഈ നിരീശ്വര മതം പണ്ടേ ക്രിസ്ത്യാനിറ്റിയെ ഊതിക്കളഞ്ഞേനെ, പൊടി ഊതിക്കളയുന്ന പോലെ. അവർ ഊതിയിട്ട് മനങ്ങാതെ നിൽക്കുന്നത് ഓർത്തഡോക്സി ഉള്ളതുകൊണ്ടാണ്. ഏൻഷ്യൻ സെഞ്ചുറി മുതൽ, ഫസ്റ്റ് സെഞ്ചുറി മുതൽ ആ ചർച്ച് ഇവിടെ വിസിബിൾ ആയിട്ട് നിലനിൽക്കുകയാണ്. സഭയും സഭയുടെ രക്തസാക്ഷികളുമാണ്. എന്തുകൊണ്ട് അന്ന് അവർ കൊല്ലപ്പെട്ടു? കർത്താവ് അവരെ രക്ഷിച്ചില്ല, വിടുവിച്ചില്ല. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ ക്രൈസ്തവരെയും രക്തസാക്ഷിത്വ മരണത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചിരുന്നെങ്കിൽ സഭയ്ക്ക് ആഘോഷിക്കാൻ ഒറ്റ രക്തസാക്ഷി പോലും ഉണ്ടാകത്തില്ല. ഹിസ്റ്റോറിസിറ്റി അവിടെ പോയത് നമുക്ക് എടുത്തു പറയാൻ രക്തസാക്ഷികളില്ല. ഇതിപ്പോ സഭയെ സംബന്ധിച്ച് 1-ാം നൂറ്റാണ്ടിൽ കൊല്ലപ്പെട്ടവരും 2-ാം നൂറ്റാണ്ടിൽ കൊല്ലപ്പെട്ടവരും 3-ാം നൂറ്റാണ്ടിൽ കൊല്ലപ്പെട്ടവരും 4, 5, 6 ഓരോ നൂറ്റാണ്ടിലും കൊല്ലപ്പെട്ട 100 കണക്കിന് രക്തസാക്ഷികളെ പേരെടുത്തു പറഞ്ഞ് അനുസ്മരിക്കുവാൻ സഭയ്ക്ക് സാധിക്കും. അപ്പോൾ സഭയുടെ അടിസ്ഥാനം വെറിയോനെ ശീമോനെ നീ ഭാഗ്യവാനാണ്, ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയ സ്വർഗസ്ഥനായ പിതാവാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ അടിസ്ഥാനമിട്ട് പണിത ആ പാറയിൽ പണിത സഭയുടെ ഉറപ്പായിട്ടാണ് രക്തസാക്ഷികൾ സഭയിൽ നിലനിൽക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസ് എന്ന് നമ്മൾ തുബ്ദേനിൽ വിളിച്ചു പറയുമ്പോൾ ഓർക്കണം, ഈ സഭയ്ക്ക് അടിസ്ഥാനവും തൂണും പ്രധാന കവാടങ്ങളും വാതായനങ്ങളും കല്ലുകളും എല്ലാമായിട്ട് വിശുദ്ധന്മാരും സഹദേന്മാരും ഏവങ്കലിസ്തന്മാരും മൗദ്യാനന്മാരും പ്രശോഭിക്കുകയാണ്. അതുകൊണ്ട് അവർ ആ കാലഘട്ടങ്ങളിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉത്തരവില്ലായിരുന്നു. വൈ ഇറ്റ് ഹാപ്പൻ, എന്തുകൊണ്ട് ദൈവം വിടുവിച്ചില്ല, എന്തുകൊണ്ട് ദൈവം സംരക്ഷിച്ചില്ല. പക്ഷേ അവർ ഇന്ന് രക്തസാക്ഷികൾ എന്ന നിലയ്ക്ക് ശോഭിക്കുമ്പോൾ ഈ 2000 വർഷത്തിന് ഇപ്പുറത്ത് നമുക്ക് മനസ്സിലാകുന്നത് അവരത് ഉള്ളതുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും ഓർക്കും ഓരോ രക്തസാക്ഷികളെയും, ഓരോ അനുദിന വിശുദ്ധരെയും. ഈ കാത്തലിക് ചർച്ചിനെ അവരുടെ വായനയിൽ അനുദിന വിശുദ്ധരെന്നാ പറയുന്നത്. അപ്പൊ ആ അനുദിന വിശുദ്ധരുടെ സഹനങ്ങളും മരണങ്ങളും എല്ലാം സഭയുടെ ഹിസ്റ്റോറിസിറ്റിയെ ഉറപ്പിച്ച് നമുക്ക് തരികയാണ്, വിശ്വാസത്തെ ഉറപ്പിച്ചു തരികയാണ്.
അവരെല്ലാം ആ കാലഘട്ടങ്ങളിൽ ഇത്തരം ഒരു നുണക്കഥ പറഞ്ഞ് കോടികൾ സമ്പാദിച്ചു, സ്വസുഖം ജീവിച്ചു. നമ്മൾ ഫെയറി ടെയിൽ വായിക്കും കുട്ടികളുടെ. അതിനുശേഷം രാജകുമാരനും രാജകുമാരിയും വളരെ കാലം സുഖമായി ജീവിച്ചു എന്നുള്ള രീതിയിൽ അല്ല നമ്മളെല്ലാം ആഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെയാണ്. അല്ലലില്ല, അലട്ടലില്ല, പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല, രോഗങ്ങളില്ല, പീഡകളില്ല, സഹനങ്ങളില്ല, ഒന്നുമില്ല, സുഖകരമായ ഒരു ജീവിതം. അങ്ങനെ വളരെ സുഖകരമായ പട്ടുമെത്തയായിട്ട് എല്ലാ ക്രൈസ്തവർക്കും ആദിമ നൂറ്റാണ്ട് മുതൽ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്തീയ വിശ്വാസം ഭൂമിയിൽ കാണത്തില്ല. കാരണം ചോദ്യം ചെയ്യുമ്പോൾ പറയാനാണില്ല. ഇത് സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കും? എന്താണ് തെളിവ് ഈ വിശ്വാസം സത്യമാണെന്നുള്ളത്? ഈ വിശ്വാസം സത്യമാണെന്നുള്ളതിന്റെ തെളിവാണ് ഈ വിശ്വാസത്തിന് വേണ്ടി മരിച്ച, ജീവൻ കൊടുത്ത ഓരോ വ്യക്തികളും. അതുകൊണ്ടാണ് കർത്താവ് സഹനങ്ങളെ അനുവദിച്ചത്. അപ്പൊ കർത്താവ് സഹനങ്ങളെ അനുവദിച്ചതിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ: ഒന്ന് അതിന്റെ ഹിസ്റ്റോറിസിറ്റി നിലനിൽക്കുക, 2 നമ്മുടെ ഉപദേശം നിലനിൽക്കുക. ഇപ്പൊ സത്യ ഉപദേശം, ട്രിനിറ്റേറിയൻ വിശ്വാസം. ഇന്ന് വരെ ചരിത്രത്തിൽ കൊല്ലപ്പെട്ട മുഴുവൻ ക്രിസ്തീയ രക്തസാക്ഷികളും തൃത്വവിശ്വാസത്തിന് വേണ്ടിയാണ് കൊല്ലപ്പെട്ടത്. ദൈവം എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവമാണെന്ന് പറഞ്ഞിട്ടുള്ളവർ മാത്രമാണ് കൊല്ലപ്പെട്ടത്. യേശുനാമ ഉപദേശം പറഞ്ഞതിന് ആരും കൊല്ലപ്പെട്ടിട്ടില്ല. യഹോവ സാക്ഷിയുടെ ഉപദേശം പിതാവ് മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞതിന് ആരും കൊല്ലപ്പെട്ടിട്ടില്ല. പരിശുദ്ധാത്മാവാണ് ദൈവം എന്ന് പറഞ്ഞ് ആരും കൊല്ലപ്പെട്ടിട്ടില്ല. പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവ വിശ്വാസം പറഞ്ഞവർ മാത്രമാണ് ക്രിസ്ത്യൻ രക്തസാക്ഷികൾ. അപ്പൊ ക്രിസ്ത്യൻ സഭ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ചർച്ച് എന്ന് പറഞ്ഞാൽ ട്രിനിറ്റേറിയൻ ചർച്ചാണ്. അതാണ് സത്യവിശ്വാസം. യേശുക്രിസ്തു ആണ് ഏക ദൈവം എന്ന് പറയുന്ന ഹെററ്റിക്കൽ, അതാണ് പെന്റക്കോസ്റ്റ്. അതൊന്നും സത്യവിശ്വാസമൊന്നും അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോ രക്തസാക്ഷികളെയും കുറിച്ച് നമ്മൾ പാടുമ്പോൾ നിന്നെ വരി ചോരുതാതന്നും മോർഗി വറുകി നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം, നിന്നെ മുടി ചൂടിയിടുന്ന റുഹാവന്യൻ. കണ്ടോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ട്രിനിറ്റേറിയനാണ് വർഷിപ്പ്. പ്രേയറും പ്രൈസും വർഷിപ്പും എല്ലാം ട്രിനിറ്റേറിയനാണ്. അതാണ് സത്യവിശ്വാസം, അതാണ് സത്യസഭ. ഇപ്പൊ സത്യസഭയുടെ വിശ്വാസം ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് ആണ്. ഇപ്പൊ ചർച്ച് അതിന്റെ പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ, രക്തസാക്ഷികളെ അനുസ്മരിക്കുമ്പോൾ, വിശുദ്ധന്മാരെ ആഘോഷിക്കുമ്പോൾ എല്ലാം ഈ 2 കാര്യം നിങ്ങളുടെ മനസ്സിൽ കീപ്പ് ചെയ്യണം. നമ്മൾ നമ്മുടെ ഹിസ്റ്റോറിസിറ്റി ഉറപ്പിക്കുന്നു, നമ്മുടെ ഉപദേശത്തെ ഉറപ്പിക്കുന്നു. ഇത് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് 40 സഹോദരന്മാരുടെ ഓർമ്മയാണ്. പള്ളികളിൽ പോകുന്നവർ പള്ളികളിൽ പോവുക. റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് പല പള്ളികളിലും ഇന്ന് ആരാധന ഉണ്ടായിരിക്കുന്നതല്ല. ആരാധന ഉള്ളിടത്ത് പോകാൻ സാധിക്കുന്നവർ പോവുക. ഇല്ലെങ്കിൽ ഈ സഹോദരന്മാരുടെ പ്രാർത്ഥന ഇന്നത്തെ നിങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. 40 സഹോദരന്മാരുടെ മാധ്യസ്ഥതയിൽ നിങ്ങൾ ഇന്ന് ശരണപ്പെടുക. അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ, സഹായമായിരിക്കട്ടെ. ഈ സഹോദരന്മാരെ, ഈ വിശുദ്ധ രക്തസാക്ഷികളെ നമുക്ക് ഒരിക്കൽ കൂടെ അനുസ്മരിക്കാം. അവരുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് നമ്രശിരസ്കരാകാം. May God bless you all. Thank you for much. Thank you for listening. സ്മൃതരാ